ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിനു വേണ്ടി അക്ഷീണം പരിശ്രമിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, സഹനപുത്രി എന്നറിയപ്പെടുന്ന താമരശ്ശേരി രൂപത മധ്യസ്ഥ വിശുദ്ധ അൽഫോൻസാമ്മ, നമ്മുടെ സ്കൂളിന്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ കൂടരഞ്ഞി 2025-26 അക്കാദമിക വർഷത്തെ വാർഷിക റിപ്പോർട്ട്. കൂടരഞ്ഞിയിലെ ആദ്യകാല കുടിയേറ്റ ജനതയുടെ നിരന്തരമായ കഠിനാധ്വാനത്തിന്റെയും സഹനത്തിന്റെയും അനന്തരഫലമായി 1949 ജൂലൈ 1-ാം തീയതി ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ബെർണാഡിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ 2025-26 അക്കാദമിക വർഷം പൂർത്തിയാകുമ്പോൾ മികവുറ്റ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ 77 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യ രക്ഷാധികാരിയായി റവറന്റ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ഈ സ്കൂളിന്റെ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുരേടത്തിലാണ്. സബ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളുടെ മികച്ച മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന AEO ശ്രീമതി ദീപ്തി ടി, കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസാരഥികൾ, PTA, MPTA അംഗങ്ങൾ എന്നിവരുടെയും നിർദ്ദേശങ്ങളും പിന്തുണകളും ഉൾക്കൊണ്ടുകൊണ്ട് ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി സോഫിയ തോമസ് നേതൃത്വം നൽകുന്ന കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെ 2025-26 അക്കാദമിക വർഷത്തെ വാർഷിക റിപ്പോർട്ട്. മുക്കം സബ് ജില്ലയിലെ ഏറ്റവും വലിയ LP സ്കൂളുകളിൽ ഒന്നായ നമ്മുടെ സ്കൂൾ ഈ അക്കാദമിക വർഷം പൂർത്തിയാകുമ്പോൾ മികവുറ്റ അക്കാദമിക പ്രവർത്തനങ്ങളുടെ 77 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ അക്കാദമിക വർഷം 8 ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉൾപ്പെടെ 12 ഡിവിഷനുകളിലായി 306 കുട്ടികൾ പഠിക്കുന്നു. അധ്യാപകർ: കഴിഞ്ഞ വർഷം സർവീസിൽ നിന്നും വിരമിച്ച ശ്രീമതി ജയമോൾ ടീച്ചർ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലേക്ക് പ്രധാന അധ്യാപികയായി സ്ഥാനക്കയറ്റം ലഭിച്ച സിസ്റ്റർ മേഴ്സി മാത്യു. ഇവർക്ക് പകരമായി ശ്രീമതി ആരതി ജോസ് സെന്റ് ജോർജ് LP സ്കൂൾ കുളത്തുവയലിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്നു. പ്രധാന അധ്യാപികയായ സോഫിയ ടീച്ചർ ഉൾപ്പെടെ 14 അധ്യാപകരും ഒത്തൊരുമയോടെ ഈ വിദ്യാലയത്തിൽ സേവനമർപ്പിക്കുന്നു. PTA, MPTA. ഈ വർഷത്തെ PTA, MPTA യോഗം ജൂൺ അവസാന വാരം സ്കൂളിൽ വെച്ച് ചേരുകയുണ്ടായി. ഓരോ ഡിവിഷനുകളിൽ നിന്നായി രക്ഷിതാക്കൾ തെരഞ്ഞെടുത്ത 2 പ്രതിനിധികളിൽ നിന്നും 9 അംഗങ്ങളുള്ള ഒരു ഭരണസമിതി രൂപീകൃതമായി. അതിൽ നിന്നും ശ്രീ ബോബി വർഗീസിനെ PTA പ്രസിഡന്റായും ശ്രീമതി ഷബ്ന തേജസിനെ MPTA പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. എല്ലാ മാസങ്ങളിലും ഭരണസമിതി യോഗങ്ങൾ ചേരുകയും വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും PTAയുടെ സജീവ പങ്കാളിത്തം ഉണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വർഷത്തെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ ഷിജു ഏലിയാസ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തു. പ്രവേശനോത്സവം. ഈ അക്കാദമിക വർഷം നവാഗതരായ 88 കുട്ടികളെ വിശിഷ്ട അതിഥികളുടെ അകമ്പടികളോടെ സ്കൂളിലേക്ക് ആനയിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുരേടത്തിൽ കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകിക്കൊണ്ട് അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റി. പരിസ്ഥിതി ദിനം. വാർഡ് മെമ്പറായിരുന്ന ശ്രീ ജോസ് മാവരയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിന പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് ശ്രീ ബോബി വർഗീസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും പരിസ്ഥിതി ദിന ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം ഇവയിൽ പങ്കെടുക്കുകയും ചെയ്തു. വായനാ ദിനം. വായനാ വാരാചരണം. വായനാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം ശ്രീ സോമനാഥൻ കുട്ടത്ത് മാസ്റ്റർ നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ക്ലാസ് ലൈബ്രറിയുടെ വിതരണവും അന്നേ ദിവസം നടത്തി. ബക്രീദ്. കുട്ടികളിൽ സമഭാവനയുടെ സന്ദേശം വിതറിക്കൊണ്ട് ഈ ദിവസത്തിന്റെ ആഘോഷമായി മൈലാഞ്ചി ഇടൽ മത്സരം നടത്തി. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ നിരവധി കുട്ടികൾ പങ്കെടുത്ത മത്സരം കുട്ടികൾ ആവേശപൂർവമായാണ് സ്വീകരിച്ചത്. ലഹരിവിരുദ്ധ ദിനം. പുസ്തകമാണ് ലഹരി, വായനയാണ് ലഹരി എന്നൂന്നി പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികളെയും ഫോണിന്റെ അമിത ഉപയോഗത്തെയും ഒഴിവാക്കുമെന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുത്തു. കുട്ടികൾ നിർമ്മിച്ച പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ചെറു റാലിയും സംഘടിപ്പിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി സെന്റ് സെബാസ്റ്റ്യൻസിലെ കുരുന്നുകൾ.
സെന്റ് അൽഫോൺസ ദിനാചരണം. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൺസ അമ്മയുടെ മരണദിനമായ ഈ ദിനത്തിന്റെ സന്ദേശം സിസ്റ്റർ സോളി മാത്യു കുട്ടികൾക്ക് പകർന്നു നൽകി. അൽഫോൺസ അമ്മയുടെ ജീവിതം കുട്ടികൾ സ്കിറ്റിലൂടെ അവതരിപ്പിച്ചു. അൽഫോൺസ സൂക്ത മത്സരം, ഗാനാലാപനം എന്നിവയും ഉണ്ടായിരുന്നു. സ്കൂൾ പാർലമെന്റ്. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലേക്ക് 6 കുട്ടികൾ മത്സരിച്ചു. ജനാധിപത്യ ക്രമമനുസരിച്ചുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പ്രചരണം, വോട്ടിംഗ് എന്നീ പ്രക്രിയകളിലൂടെ കടന്നുപോയി. ഒടുവിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പിൽ കുമാരി വൈഗ സതീഷ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യദിനം. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടികൾ അന്നേ ദിവസം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ അണിനിരന്നു. മാസ്റ്റർ, പരേഡ് എന്നിവ അന്നേ ദിവസത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ തല കലാ കായികമേള. സ്കൂൾ തല കലാമേളയും കായികമേളയും കുട്ടികളെ 4 ഹൗസുകളായി തിരിച്ചു നടത്തി. മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേളയിൽ ആവേശമുണർത്തുന്ന നൃത്യങ്ങളോടെ ആരംഭം കുറിച്ച കലാമേളയും കുട്ടികളിൽ ആവേശമുണർത്തുന്ന ഒന്നായിരുന്നു. ഓണം. സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം വിളിച്ചോതുന്ന ഓണം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി. കുട്ടികൾക്കായി അധ്യാപകരും PTA-യും ഒത്തുചേർന്ന് ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി. കുട്ടികൾക്കായി ഓണക്കളികളും ഉണ്ടായിരുന്നു. അധ്യാപക ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ കുട്ടികൾ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു. പൂക്കളും ഗ്രീറ്റിംഗ് കാർഡുകളും കുട്ടികൾ അധ്യാപകർക്ക് നൽകി. ശിശുദിനം. കുട്ടികളുടെ ദിനം വളരെ മനോഹരമായ രീതിയിൽ കൊണ്ടാടി. കുട്ടി ചാച്ചാച്ചമാരുടെ അകമ്പടിയോടെ വിവിധ നിറങ്ങളിലുള്ള ബലൂണുകൾ പിടിച്ചുകൊണ്ട് കുട്ടികൾ കൂടരഞ്ഞി അങ്ങാടിയിലൂടെ റാലി നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. കുട്ടി ചാച്ചാച്ച മത്സരം, ക്വിസ് മത്സരം എന്നിവയും അന്നേ ദിവസം നടന്നു. ക്രിസ്തുമസ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഭൂമിയിൽ ഭൂജാതനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അനുസ്മരിക്കുന്ന ക്രിസ്തുമസിന്റെ ആഘോഷം സ്കൂളിലും നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിയേശുവിന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരം, കരോൾ ഗാനം എന്നിവയും ഈ ദിവസത്തിന് മാറ്റുകൂട്ടി. പഠനയാത്ര. ജനുവരി 12-ാം തീയതി 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കായി ബേപ്പൂർ, കോഴിക്കോട് പ്ലാനറ്റോറിയം, ബീച്ച് എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര നടത്തി. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. സൂംബ ഡാൻസ്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യപരമായ വികാസം കൂടി ലക്ഷ്യം വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിൽ വരുത്തിയ സൂംബ ഡാൻസ് ഈ വിദ്യാലയത്തിലും നടപ്പിൽ വരുത്തുകയുണ്ടായി. ആരോഗ്യത്തോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒന്നുകൂടിയായി മാറിയത്. പലഹാരമേള. 1-3 ക്ലാസ്സുകളിലെ കുട്ടികൾ ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പലഹാരമേള നടത്തി. പഴമയുടെ രുചി വിളിച്ചോതുന്ന നാടൻ പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും കുട്ടികൾക്ക് പങ്കിട്ട് രുചി ആസ്വദിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. കൃഷിദീപം പദ്ധതി. സ്കൂളിലെ കൃഷിദീപം പദ്ധതിയിലൂടെ കുട്ടികൾ വിളയിച്ചെടുത്ത തക്കാളി, വെണ്ട, മുളക്, ചോളം, മുരിങ്ങയില, കോളിഫ്ലവർ എന്നിവ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ഉപയോഗിച്ചു വരുന്നു. കളറിംഗ് മത്സരം. കൂടരഞ്ഞി പഞ്ചായത്തിലുള്ള എല്ലാ അംഗനവാടികളിലെയും കുട്ടികൾക്കായി ശിശുദിനത്തോടനുബന്ധിച്ച് കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ഏറ്റവും മികച്ച കളറിംഗ് നടത്തിയ 1, 2, 3 സ്ഥാനക്കാർക്ക് മെഡലും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഒപ്പം എല്ലാ കുരുന്നുകൾക്കും സമ്മാനങ്ങളും നൽകി. അവർക്കായി കുട്ടികൾ ഗാനാലാപനവും നടത്തി. LSS പരിശീലനം. LSS-ന് യോഗ്യത നേടിയ കുട്ടികൾക്കായുള്ള ചിട്ടയായ പരിശീലനം ഈ വർഷവും സ്കൂൾ തലത്തിൽ നടത്തി വരുന്നു. ഈ വർഷം 24 കുട്ടികളെയാണ് LSS പരീക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വായനകളരി. മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം PTA എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും വായനകളരി സജീവമായി മുന്നോട്ടു പോയി. ദീപിക, മലയാള മനോരമ, മാതൃഭൂമി എന്നിവയിൽ നിന്നും 5 പത്രങ്ങൾ സ്കൂളിനായി അവർ സംഭാവന ചെയ്തു. ലാപ്ടോപ്പ്, പ്രൊജക്ടർ വിതരണം. കുട്ടികളുടെ IT പഠനം മികവുറ്റതാകുന്നതിന്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്നും 2 ലാപ്ടോപ്പും MP ഫണ്ടിൽ നിന്നും 13 ലാപ്ടോപ്പും 1 പ്രൊജക്ടറും സ്കൂളിന് ലഭിച്ചു. ഇതുപയോഗിച്ച് കുട്ടികൾ പഠനം
ആസ്വാദകരവും അനായാസകരവുമാക്കുന്നു. ഓപ്പൺ ഓഡിറ്റോറിയം. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മുൻ സ്കൂൾ മാനേജറായ റവറൻഡ് ഫാദർ റോയ് തേക്കുംകാട്ടിലിന്റെ നേതൃത്വത്തിൽ സ്കൂളിന് റൂഫിംഗ് ചെയ്യുവാനായി തീരുമാനിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ, മാനേജ്മെന്റ്, അധ്യാപകർ ഇവരുടെ സഹകരണത്തോടെ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പൂരയെടുത്തിലിന്റെ മേൽനോട്ടത്തിൽ ഈ വർഷം റൂഫിംഗ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. നേട്ടങ്ങൾ. 2025 ഫെബ്രുവരിയിൽ നടത്തിയ LSS പരീക്ഷയിൽ കോർപ്പറേറ്റിലെ മുഴുവൻ LP സ്കൂളുകളെയും പിന്നിലാക്കിക്കൊണ്ട് 19 LSS എന്ന മികച്ച വിജയം നേടുവാൻ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സാധിച്ചു. സബ് ജില്ലാതല സാമൂഹ്യശാസ്ത്രമേളയിൽ സാമൂഹ്യ ആർട്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ആൽബം നിർമ്മാണത്തിൽ 3ാം സ്ഥാനവും ക്വിസ് മത്സരത്തിൽ A ഗ്രേഡും നേടിക്കൊണ്ട് ഓവറോൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. ഗണിതമേളയിൽ ഗണിത ക്വിസ് മത്സരത്തിൽ 2ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിലെ ബീഡ്സ് വർക്ക്, എംബ്രോയിഡറി, പാവ നിർമ്മാണം ഇവയിൽ 1ാം സ്ഥാനവും ഫാബ്രിക് പെയിന്റിംഗ്, ക്ലേ മോഡലിംഗ് ഇവയിൽ 2-3 സ്ഥാനങ്ങളും നേടി മികച്ച വിജയം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. സബ് ജില്ലാതല കലാമേളയിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡോടെ ഓവറോൾ കിരീടം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. ദേശീയഭക്തിഗാനം, ഭരതനാട്യം, നാടോടി നൃത്തം ഇവയിൽ 1ാം സ്ഥാനം നേടി 3ാം ക്ലാസ്സുകാരി അഭിമന്യ സ്കൂളിന്റെ അഭിമാനപാത്രമായി മാറി. ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ DCL IQ പരീക്ഷയിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അയാൻ A++ നേടി ഗോൾഡ് മെഡലും 4000 രൂപ ക്യാഷ് അവാർഡും നേടി. അനയ്, എവലിൻ എന്നീ കുട്ടികൾക്ക് ഗോൾഡ് മെഡലും 500 രൂപ വീതം ക്യാഷ് അവാർഡും ലഭിച്ചു. 237 കുട്ടികൾ പങ്കെടുത്ത ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ 6 കുട്ടികൾക്ക് ട്രോഫിയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ലഭിച്ചു. DCL സംഘടിപ്പിച്ച മേഖലാതല ടാലന്റ് ഫെസ്റ്റിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും റൂത്ത്, നദ, അഡോൺ, കരോളിൻ, ഹാദി എന്നീ കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുവാൻ അർഹത ലഭിച്ചു. അതിൽ നദ ഫാത്തിമ സംസ്ഥാന തലത്തിൽ A ഗ്രേഡോടെ 3ാം സ്ഥാനം കരസ്ഥമാക്കി. റൂത്ത്, ഹാദി എന്നിവർ A ഗ്രേഡും നേടി. ഗ്രീൻസ് കൂടരഞ്ഞ് സംഘടിപ്പിച്ച രാഗ ചിത്രരചന മത്സരത്തിൽ ഹെലേന ലിസ്ബത്ത് 1ാം സ്ഥാനവും ട്രോഫിയും കരസ്ഥമാക്കി. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സംഘടിപ്പിച്ച ടാലൻഷ്യ 2.0 ക്വിസ് മത്സരത്തിൽ മേഖലാ തലത്തിൽ മുഹമ്മദ് അയാൻ, ഹാദിയ ഹംദാൻ എന്നിവർ 3ാം സ്ഥാനവും 1000 രൂപ ക്യാഷ് അവാർഡും നേടി. സംസ്ഥാന തലത്തിൽ നടത്തിയ അബാക്കസ് പരീക്ഷയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഏഞ്ചൽ ബിനോയ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ അവാർഡ് കരസ്ഥമാക്കി. 7 കുട്ടികൾക്ക് 2ാം സ്ഥാനവും 2 കുട്ടികൾക്ക് 3ാം സ്ഥാനവും നേടാൻ സാധിച്ചു. ഉപസംഹാരം. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് 2025-26 അക്കാദമിക വർഷം സ്കൂളിൽ നടപ്പിൽ വരുത്തിയത്. ഈ സ്കൂളിന്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഹെഡ് മിസ്ട്രസ് ആയ ശ്രീമതി സോഫിയ തോമസിന്റെ നേതൃപാടവവും അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനവും PTA സഹകരണവുമാണ്. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നൽകിയ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിക്കും മുക്കം സബ് ജില്ലാ വിദ്യാഭ്യാസ വിഭാഗത്തിനും പഞ്ചായത്ത് പ്രതിനിധികൾ, PTA, MPTA ഭാരവാഹികൾ, സ്കൂളിനെ സഹായിച്ചിട്ടുള്ള അഭ്യുദയകാംക്ഷികൾ എന്നിവർക്കും ഏറ്റവും ആദരവോടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.